നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പഴയ ട്രഡീഷണൽ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ലാൻഡ്സ്കേപ്പ് വന്നപ്പം ഈ വീടിന്റെ മൊത്തത്തിലുള്ള ഒരു ലുക്ക് മാറിയത് കണ്ടോ. ഇതിനായിട്ട് മാരിക്കോൺ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഞാൻ കാണിച്ചു തരാം. വരുമ്പോഴേ കാണാം ഇവിടെ നമുക്ക് പഴയ ഇന്റർലോക്ക് നമ്മൾ അതേപടി റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ രണ്ട് സൈഡിലും ടെർമിനലേഴ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചൈന ഡോൾ വെച്ചിട്ടുണ്ട്. നേരത്തെ അവിടെ നിന്ന് കലാത്തി ആയിരുന്നു, അതിനെല്ലാം നമ്മൾ മാറ്റി ചൈന ഡോൾ വെച്ച് മൊത്തത്തിലൊരു ലക്ഷറിയസ് ഫീൽഡിലോട്ടാക്കി. പിന്നെ ബാക്കിയുള്ള കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഫുള്ള് നമ്മൾ പേൾ ഗ്രാസ് വെച്ചിട്ട് നമ്മൾ മൊത്തം ഇവിടെ ചെയ്തേക്കുക. ഇവിടെ ഈ ഏരിയ ഇവിടെ മുതലാണ് ശരിക്കും നമ്മൾ പേവിങ് പുതിയതായിട്ട് ചെയ്തേക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം നമ്മൾ കോബിൾ സ്റ്റോൺ വെച്ച് ഒരു സ്ലോപ്പ് ഉള്ള ഏരിയ ആയിരുന്നു, അതിനെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ കാണാം നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന നോർമൽ ബാംഗ്ലൂർ സ്റ്റോൺ അല്ല, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റീൽ ഗ്രേ ബാംഗ്ലൂർ സ്റ്റോൺ ആണ്. അതായത് നോർമൽ ബാംഗ്ലൂർ സ്റ്റോണിന് ഭയങ്കര വൈറ്റിഷ് ആണ്, ഇത് ഒരു സ്റ്റീൽ ഗ്രേയുടെ കളർ വരും വെള്ളം നനഞ്ഞു കഴിയുമ്പോൾ. അതിനുശേഷം പുറകോട്ട് വരുമ്പോൾ കാണാം നമ്മൾ ഈ ഭാഗത്ത് മൊത്തം നമ്മൾ രണ്ട് സൈഡിലുമായിട്ട് വീടിന്റെ രണ്ട് ഭാഗത്തും നമ്മളൊരു പാത്വേ പോലെ ക്രിയേറ്റ് ചെയ്ത് അതിൽ കൂടെ നമ്മൾ പെബിൾസ് വെച്ച് കൊടുത്തേക്കാണ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് നടക്കാൻ വേണ്ടി നമ്മൾ നടപ്പാത പോലെ സ്റ്റോൺസ് ഇട്ട് കൊടുത്തേക്കാണ് ബാംഗ്ലൂർ സ്റ്റോൺ. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന വേറൊരു കൺസേൺ എന്ന് പറഞ്ഞാൽ വേനൽക്കാലം ആകുമ്പോൾ ഇവിടുത്തെ കിണറ്റിലെ വെള്ളത്തിന് ഇച്ചിരി ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഇത്രയും ഒരു ഏരിയ സ്പ്രിംഗ്ലർ ഓടുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് വെള്ളം അവൈലബിൾ ആയിട്ട് വരുമ്പോൾ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടാങ്ക്, ആ ടാങ്കിന്റെ അകത്ത് നമ്മൾ ഇൻഡിപെൻഡന്റ് മോട്ടർ വെച്ച് ഇതിനെയും ഒരു പ്രൈമറി സോഴ്സ് ഓഫ് വാട്ടർ ആക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ മാച്ച് ചെയ്തേക്കുന്നത് മൊത്തം പരിപാടികൾ.